പണ്ട് പാണ്ഡ്യൂരില് ഒരു രാജാവുണ്ടായിരുന്നു, നിന്നെപ്പോലെ. അവൻ വെറും ഏതോ ഒരു കഷ്ണം കല്ലിനു വേണ്ടി തൻ്റെ ആയുധമെല്ലാം ഉപേക്ഷിച്ച് വിശാലമായ തൻ്റെ ഭൂമിയെല്ലാം ഊരുള്ളവർക്ക് ദാനം ചെയ്തു. അന്നു മുതൽ ആ കല്ലിനെ തലമുറകളായി എല്ലാവരും മനസ്സിൽ വെച്ച് പൂജിച്ചാരാധിച്ചു പോന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷം വന്ന തലമുറകളൊക്കെ ആ കഥകളൊന്നും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. ദാനം കൊടുത്ത ഭൂമി തിരിച്ചു പിടിക്കാൻ അവർ തീരുമാനിച്ചപ്പോൾ ദൈവകോല പ്രശ്നമായി അവർ വന്നു. എന്നാൽ ആ ദൈവം അല്ലല്ല, ദൈവത്തിൻ്റെ കോലം കെട്ടിയവനെന്ന് പറഞ്ഞു. തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നവൻ ആരായിരുന്നാലും രക്തം ഛർദ്ദിച്ചവൻ മരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ ചോദിച്ചു, ദൈവകോലമാണോ ഇത് തീരുമാനിക്കുന്നതെന്ന്. ആ ചോദ്യം കേട്ട ദൈവകോലം നാണം കെട്ട് കാട്ടിലേക്ക് ഓടി മറിഞ്ഞു. എന്നിട്ട് അവൻ എന്തുപറ്റി? വയസ്സുകാലത്ത് മരിച്ചുപോയി. എന്നിട്ട് അവൻ്റെ മകന്, സ്വന്തം മകൻ ഒരിക്കലും ഇങ്ങനൊരു ഗതി വരാതിരിക്കാൻ വേണ്ടി, ഞാൻ കൊണ്ടാക്കാന്നേ. ഞാൻ എങ്ങനെയാ സഹായിക്കുന്നത്? ഗുരുവാ, എൻ്റെ ഭൂമി നിനക്ക് ഞാൻ തരാം. പകരം എനിക്ക് അവകാശപ്പെട്ട നിങ്ങളുടെ ഭൂമി എനിക്ക് തിരിച്ചു തരണം. അത് എങ്ങനെ നടക്കും മുതലാളി? പണ്ട് കാലത്ത് കൽദൈവത്തിന് കിട്ടിയ ഭൂമിയല്ലേ നാട്ടുകാരുടെ സ്വന്തമായത്. പക്ഷെ ഇനി ഒരിക്കലും അങ്ങോട്ട് ദൈവകോലം സംസാരിക്കരുത്. ഗുരുജി സംസാരിക്കണം. ഇപ്പൊ ഒന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് മുതലാളി? കോലം കിട്ടിയ പിന്നെ ദൈവമല്ല സംസാരിക്കുന്നത്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ദൈവം സംസാരിക്കുന്നത് കുറച്ച് നേരത്തേക്കല്ലേ, ബാക്കിയുള്ള സമയം ഗുരുവായല്ലേ സംസാരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊന്നും ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല മുതലാളി. ദൈവം അതിനെ സമ്മതിക്കില്ല. നമുക്ക് അവകാശപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കുന്നത് തെറ്റല്ലല്ലോ അല്ലേ മുതലാളി? ഇത്രയും കാലം ദൈവകോലം കെട്ടി നടന്നിട്ട് എന്ത് നേടി ഗുരുവാ? നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. നാട്ടുകാർക്ക് നിങ്ങൾ അത്രയ്ക്ക് വിശ്വാസമാണ്. നാട്ടുകാരിതറിഞ്ഞാൽ അവരെങ്ങനെ അറിയാനാ? നീ പറയൂ, നീ പറയുമല്ലോ. ഓ, ദൈവം പറയുമല്ലേ, ആ ഭൂമി നമുക്ക് എങ്ങനെയും തിരിച്ചു പിടിക്കാൻ വേണ്ടി കൽദൈവത്തിൻ്റെ പേരും പറഞ്ഞ് നമ്മളെ പറ്റിച്ച് നടന്നവനെ. ഏക്കറിന്റെ വില എന്താണെന്ന് നിനക്കിപ്പോ മനസ്സിലായോടാ? നിങ്ങൾക്കെല്ലാം വെറുതെ വേണമല്ലേ? പിന്നെ എങ്ങനെയാ നിനക്കതിന്റെ വില മനസ്സിലാവും? എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? ഞാനെല്ലാം ശരിയാക്കാനാണെങ്കിൽ പിന്നെ ദൈവം എന്തിനടാ? ഇനി മുതൽ ഞാനായിരിക്കും സംസാരിക്കുന്നത്. കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. ഇവനെ ഇവിടെ നിന്നെടുത്ത് കോലക്കളത്തിക്കൊണ്ടിടണം. നമ്മുടെ കാട്ടിൽ ഒരുപാട് സ്ഥലമുള്ളപ്പോൾ എന്തിനാ കോലക്കളത്തി കൊണ്ടുപോയിരുന്നു? അവിടെ തന്നെ ഇടണം. എനിക്ക് അവകാശപ്പെട്ട എൻ്റെ ഭൂമി കയ്യേറിയ പിഴച്ചവന്മാർക്ക് ഇവൻ്റെ ശവം അവർക്കൊരു പാഠമായി തീരണം. ഇനി അങ്ങോട്ട് കാര്യങ്ങൾ എന്തായി തീരുമോ നമുക്ക് നോക്കാം, അല്ലേ?